ചെയ്യുമെന്ന് വിചാരിച്ചാ എന്തുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങനെ പുറത്തു വന്നത്? കുറച്ചുകൂടെ അടുത്തോട്ട് വരാം പ്ലീസ്. അല്ല ഞങ്ങൾ ശരിക്കും വിന്നർ ആവുമെന്ന് പ്രതീക്ഷിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ പുറത്തു വന്നത്? അറിയാം ഞാൻ എന്തായാലും നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. കുറച്ച് ഞാൻ ഓക്കെ അല്ല, അപ്പൊ അത് കാരണം കണ്ടാലും സന്തോഷം. നിങ്ങളൊക്കെ വരുന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു സാധാരണ കുട്ടിയാണ്. ഞാൻ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ വരുമ്പോ ഞാൻ എന്താ പറയാ, ഞാൻ അത്ര വലിയ ആളൊന്നുമില്ല. കുറെ സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഒരു കോമണറായിട്ട് കയറി വന്നതാണ്. ഒരു 57 ദിവസം നിൽക്കാൻ പറ്റി, അതിൽ തന്നെ വലിയ സന്തോഷം. ജാസ്മിന് മാത്രം കപ്പ് കൊടുക്കുന്നുള്ള രീതിയിലൊരു സംസാരം കേൾക്കുന്നത് ശരിയാണോ? നമുക്ക് അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്ന് എല്ലാരും വരും. ആരും പൈസ തരാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് സിജോ ആൻഡ് സായ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ കേട്ടത് ഉറപ്പായിട്ട്. നന്ദന, ശരിക്കും നന്ദന എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി ബാക്ക്ഗ്രൗണ്ടോ ഒരു PR വർക്കുകളോ ഒന്നുമില്ലാതെ ബിഗ് ബോസിനകത്തേക്ക് കയറിയാണ്. ഇപ്പൊ 80 ദിവസത്തോളം 70-75 ദിവസത്തോളം നിന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ്? ബിഗ് ബോസ് അടിപൊളിയാണ്, സൂപ്പറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ ലോകം, നിങ്ങളത് അതിന്റെ ഉള്ളിൽ അനുഭവിച്ച്, ഞാൻ പുറത്തുനിന്ന് കണ്ട ഒരു വ്യക്തിയാണല്ലോ, പക്ഷെ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഫുൾ ഓക്കെ, അടിപൊളിയാണ്. ഇപ്പൊ ഇതിനകത്ത് ലാസ്റ്റ് ഇപ്പൊ ഫിനാലയിലുള്ള ലാസ്റ്റ് വീക്കിലായാലും ഒരു ഒത്തുകളി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെ പറ്റി എന്താ പറയുന്നത്? അതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ഈ സിജോയും സായും തമ്മിലുള്ള നന്ദന തമ്മിലുള്ള ഗ്രൂപ്പ് കളിയായിരിക്കും ഒരു പക്ഷെ പ്രതികൂലമായിട്ട് വന്നത്. ആണോ? അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നട്ടെ. അങ്ങനെ ഒരു കോംബോ വേണ്ടായിരുന്നു തോന്നി ഇറങ്ങി കഴിഞ്ഞപ്പോ. ആര് വിന്നാവുന്നാണ് ആഗ്രഹിക്കുന്നത്? അല്ല, നന്ദനയുടെ കാഴ്ചപ്പാടില് ആര് അങ്ങോട്ട് പോകാൻ പറ്റിയാ പോവോ? പിന്നെന്താ, പോവില്ല, ഉറപ്പായിട്ടും പോവും. ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഷോയാണ്. ബിഗ് ബോസിൽ ഉറപ്പായിട്ടും ഞാൻ പോവും. ഇതിനകത്ത് ജാസ്മിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ ജാസ്മിനെ ഏറ്റവും കൂടുതൽ ജാസ്മിനോട് പ്രതിരോധിച്ചു നിന്നതും ഒക്കെ ദേഷ്യപ്പെടുന്നൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. ജാസ്മിന്റെ ക്യാരക്ടർ അനുസരിച്ച് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പുറത്തായി. ഇപ്പൊ ഗബ്രി പുറത്തായി, ലക്ഷ്മി പുറത്തായി. അപ്പം ജാസ്മിനെ ഏജസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ അവിടെ നിന്ന് പുറത്തുനിന്ന് വൈകാരായിട്ട് ഒരു 28 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ കയറുന്നത്. അപ്പൊ അതുവരെയുള്ള കാര്യങ്ങളല്ലേ എനിക്കറിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എനിക്കറിയില്ലല്ലോ. എന്താണ് അവിടെ നടക്കണേന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് മൊബൈലിൽ ഒന്നുമില്ല. നമ്മളൊരു അവരായിട്ട് തന്നെ ഒരു കമ്പയർ ചെയ്ത് പോണ ഒരു സ്ഥലമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പണപ്പെട്ടി എടുത്തു പോവാൻ ആഗ്രഹമുള്ള ഒരാള് നന്ദനാണെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് തന്നെ പെട്ടെന്ന് പുറത്താവുകയും ചെയ്തു. അപ്പൊ അത് പറഞ്ഞുകൊണ്ടാണോ പുറത്തായി തോന്നുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പുറത്തായെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ ഒരു എന്റെ ഒറിജിനൽ ആയിട്ട് നിന്ന കാരണമാണല്ലോ ഞാൻ പോകുന്നത്.